വെൽക്കം ബാക്ക്. ജന്തർ മന്ദിറിൽ തുടങ്ങിയതാണ് രാജ്യമൊട്ടാകെ വ്യാപിച്ചോ ഈ പ്രതിഷേധ സമരം എന്നതാണ് ചോദ്യം. മധു, ഒറ്റ മനസ്സോടുകൂടി രാജ്യം അണിനിരക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരൊറ്റ മനസ്സല്ലാത്തവർക്ക് ഈ രാജ്യം എന്ത് എന്നതിനെക്കുറിച്ച് വിപുലമായ ആശയാടിത്തറ ഇല്ലാത്തവരാണ് എന്നതുകൂടി പറയേണ്ടി വരുന്നു എന്നതും എൻ്റെ തോന്നലാണ്. അതായത് ഈ വിഷയം ഇത് രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ചോദ്യമാണ്. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ആദ്യം അദ്ദേഹം വിഷ്വൽസ് ആണ് കാണിക്കുന്നത്. രാജ്യത്തെ യുവജനങ്ങളെ എങ്ങനെയാണ് ദില്ലി പോലീസ് നേരിട്ടത് എന്ന ദൃശ്യങ്ങൾ. എന്നെ ഈ സമരത്തിൽ ഏറ്റവും കൂടുതൽ ഹോണ്ട് ചെയ്തൊരു ദൃശ്യം എന്ന് പറയുന്നത്, ശരിയാണ്, ആണിവെച്ചടിച്ച പട്ടിക കൊണ്ട് ശരീരം മുറിഞ്ഞു നിൽക്കുന്ന മനുഷ്യരെ വരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഒരു പെൺകുട്ടി, സന്ദീപ് ലാംബ എന്നൊരു പോലീസുകാരൻ്റെ പേര് ഞാൻ എൻ്റെ ജീവിതകാലത്തിന് മറക്കില്ല. ഒരു പെൺകുട്ടി അവിടെ നിൽക്കുമ്പോൾ നേരെ പോയി ആ കുട്ടിയുടെ കവിളടക്കം പൊട്ടിക്കുകയാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യന്, ഒരു പോലീസുകാരന് നിയമം കൃത്യമായി നടപ്പിലാക്കാൻ ബാധ്യതപ്പെട്ട ഒരാൾക്ക്, ഈ രാജ്യത്തെ ഒരു പൗരന്, അതും ദൂരെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ്, ഒരു പെൺകുട്ടിയുടെ മുഖത്ത് അങ്ങനെ കൈനീട്ടി അടിക്കാൻ കഴിയുന്ന, അയാൾ ഇട്ടിരിക്കുന്ന കാക്കിയോട്, അതിൽ ചുമതലപ്പെട്ട ഉത്തരവാദിത്തത്തോട്, ഈ രാജ്യത്തെ നിയമ സംവിധാനത്തോട്, ഇതെങ്ങനെയാണ് സ്ത്രീകളെ കാണുന്നത് എന്നുള്ള ചിന്തയോട് എന്തെങ്കിലും തരത്തിലുള്ള കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു മനുഷ്യനായിട്ട് അയാൾ തുടരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഒരു സന്ദീപ് ലാംബമാരും ചോദ്യം ചെയ്യപ്പെടില്ല എന്നാണ് നേരത്തെ സുനിൽ സാർ പറഞ്ഞതുപോലെ. ഈ ചോദ്യങ്ങൾ മുഴുവനും വിദ്യാർത്ഥികൾക്ക്, നാളെ ഇന്ന് സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ FIR രജിസ്റ്റർ ചെയ്യാനും അവരെ അറസ്റ്റ് ചെയ്യാനും മാത്രമേ ഈ സംവിധാനത്തിന് കഴിയുകയുള്ളൂ എന്നത് ഏറെ നിരാശ തരുന്ന ഒരു കാര്യമാണ്. ഈ സമരം നേരിടുന്നതിൽ കേന്ദ്ര സർക്കാരിന് പിഴച്ചിരിക്കുന്നു. രാഷ്ട്രീയ ചുവടുവെപ്പുകളിൽ BJPക്ക് എല്ലാ കാലത്തും അവർക്ക് അതിലൊരു കൈയടക്കമുണ്ട് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. അജണ്ട നടപ്പിലാക്കുമ്പോൾ പോലും ഒരു കൈയടക്കം വെച്ചു പുലർത്താറുണ്ട് എന്നത് വേണമെങ്കിലും നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇതിൽ അവർക്ക് പിഴച്ചിരിക്കുന്നു എന്നതാണ്. എപ്പോഴാണോ ദില്ലി പോലീസിനെ കൊണ്ട് CJP പ്രവർത്തകരുടെ മാർച്ചിന് നേരെ ഉരുക്കുമുഷ്ടി പ്രയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്, അവിടെ ദില്ലി പോലീസിനും കേന്ദ്ര സർക്കാരിനും പിഴച്ചിരിക്കുന്നു എന്നതാണ്. കേന്ദ്രത്തിന് പരമാവധി ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നവർക്കാണ്. നമ്മൾ പറയുമല്ലോ, ഈ ആദ്യം മുങ്ങുവോളമേ കുളിരുള്ളൂ എന്ന്. പ്രക്ഷോഭകർക്ക്, രാജ്യത്തിന്, പ്രതിപക്ഷത്തിന് മനസ്സിലായിരിക്കുന്നു പരമാവധി എന്താണ് ദില്ലി പോലീസിന് ചെയ്യാൻ കഴിയുക എന്നുള്ളത്. അവർക്ക് ചെയ്യാൻ കഴിയുന്നത് അടിക്കുക, വേദനിപ്പിക്കുക എന്നതു മാത്രമാണ്. അതിനപ്പുറത്തേക്ക് നിന്ന് കൊള്ളുന്ന എത്രയോ കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ വലിയ മുളം തടി വെച്ച് പോലീസുകാരെ തല്ലുമ്പോൾ നമ്മളൊക്കെ കുഞ്ഞുങ്ങളെന്ന് വിളിക്കുന്ന പ്രായത്തിലുള്ള വിദ്യാർത്ഥികൾ നിന്ന് അടികൊള്ളുകയാണ്. ഒരു പെൺകുട്ടി, പുറകിലൊരു ബാഗും ഇട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടി ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ചിരിക്കുകയാണ് ഒരു കൂട്ടം മനുഷ്യരെ. എന്നിട്ട് പിന്തിരിഞ്ഞ് നിൽക്കുകയാണ്. പറയുന്ന പോലീസിന്റെ അതിക്രമം മുഴുവനും വേണമെങ്കിൽ എൻ്റെ ശരീരത്തിൽ ഞാൻ ഏറ്റുവാങ്ങാമെന്ന തുറന്ന പ്രഖ്യാപനമാണ്. ചിത്രം എത്രയോ ഈ പറയുന്ന ചിത്രങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇതിനകം. ആ പെൺകുട്ടി, തിരിഞ്ഞു നിൽക്കുന്ന പെൺകുട്ടി, അതിൻ്റെ മുഖത്തിൻ്റെ പകുതി കാണാം. അങ്ങനെ ഓരോരോ ഹീറോകളെ നമുക്ക് കാണാൻ കഴിയുകയാണ് ഈ സമരം. ഒരു ആൺകുട്ടി 10-20 വയസ്സുണ്ടാകും, ഈ പറയുന്ന ജലപീരങ്കിക്ക് മുന്നിൽ നിർനിമേഷനായി നിൽക്കുകയാണ്, നെഞ്ചു വിരിച്ച് നിൽക്കുകയാണ്. അങ്ങനെയുള്ളൊരു കുട്ടിയുടെ ചിത്രം നമ്മൾ ഇന്ന് കാണുകയാണ്. പേടിച്ചു എന്നുള്ളതാണ് ഈ സംവിധാനം. ഈ പറയുന്ന ചെറിയ കുട്ടികളുടെ മുന്നിൽ പേടിച്ചു എന്നത് നമുക്ക് പറയേണ്ടി വരും എന്നുള്ളതാണ്. അവർ ഈ ആദ്യ ദിവസം തന്നെ ചെയ്തു കഴിഞ്ഞിരിക്കുന്ന ഭീകരതയ്ക്കപ്പുറത്ത് അത്രമേൽ വലിയ നരനായാട്ടാണ് നടത്തിയത്. ഇതിനപ്പുറത്തേക്ക് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾ തല്ലുമെന്ന പ്രഖ്യാപനം അവർ നടത്തിയിരിക്കുന്നു, തല്ലിയിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് യാതൊന്നും അവർക്ക് ചെയ്യാനില്ല. ആ തല്ലിനെ കൊള്ളാൻ ഞങ്ങൾ ഏറ്റുവാങ്ങാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് രാജ്യത്തെ യുവത്വം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ സമരം കൊണ്ട് അവർക്ക് ഈ രാജ്യത്തെ യുവത്വത്തെ പേടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ വഴികളും ദില്ലിയിലേക്കാണ്. ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത്? ഇനി ദില്ലിയിലേക്കുള്ള വഴികൾ എന്നുള്ളത് മാത്രമാണോ? നമ്മുടെ ഇന്ന് പനമ്പള്ളി നഗറിൽ, ഇവിടെ മഹാരാജാസിലൊക്കെ വലിയ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയാണ്. അവർ പാടിയും പറഞ്ഞും പ്രതിഷേധിച്ചും വാക്കുകൾ കൊണ്ടുമൊക്കെ സംസാരിക്കുകയാണ്. ഈ പറയുന്ന ഒരു വലിയ അനീതിയോടുള്ള എതിർപ്പ് രാജ്യത്തെ ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ നാമ്പിടുന്നുണ്ട്. വലിയ പ്രതിഷേധമുണ്ടാകുന്നുണ്ട്. ആ പ്രതിഷേധത്തെ ലാത്തി കൊണ്ട് നേരിടാനാണ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ കേന്ദ്ര സർക്കാരിന് പിഴച്ചിരിക്കുന്നു എന്നതാണ്. ഇപ്പം നോക്കൂ, ഈ പറയുന്ന ചെറുപ്പക്കാരെ നേരിടാൻ അധികാരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന നമ്മൾ ഈ വാർദ്ധക്യം എന്ന് പറയുന്നത് എന്താണ് എന്ന് നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. അതിനൊരു മൗഢ്യമുണ്ട്. അതായത് പഴകിപ്പോയൊരു മൗഢ്യമാണ് അധികാരത്തിലിരിക്കുന്നത്. അവർക്ക് ഈ ചെറുപ്പക്കാരുടെ നെഞ്ചുറപ്പിനെ നേരിടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അടി വാങ്ങിയിട്ട് തിരിച്ച് വരുന്ന, ഒരുപക്ഷെ ജയിലിലേക്ക് പോകും എന്ന് വിചാരിക്കുന്ന, നഗരത്തിന്റെ ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് ഒരുപക്ഷെ കൊണ്ടുപോയി എറിഞ്ഞു കളയുമെന്ന് വിചാരിക്കുന്നിടത്തുനിന്ന് തിരിച്ചു വരാൻ കഴിയുന്ന ഒരു വിഭാഗമായി അവിടുത്തെ പ്രതിഷേധക്കാർ മാറിയിട്ടുണ്ട് നമ്മൾ കാണേണ്ടതാണ്.
രാഹുൽ ഗാന്ധി ഇന്ന് വരുന്നു, ആ ദൃശ്യങ്ങൾ കാണിക്കുന്നു. അതിനുശേഷം വലിയ കണക്ക് പറയുകയാണ്. എങ്ങനെയാണ് പോയ 10 വർഷക്കാലം രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖല ഒരു വലിയ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്നത് എന്ന്. 152 പരീക്ഷാ പേപ്പറുകൾ ഇവിടെ ചോർന്നിരിക്കുന്നു എന്നതാണ്. 7.5 കോടി വിദ്യാർത്ഥികൾ, 7.5 കോടി വിദ്യാർത്ഥികളാണ് അതിന്റെ പരിണിത ഫലം അനുഭവിച്ചിരിക്കുന്നത് എന്നതുകൂടി ഓർക്കണം. ഇതിൽ ഒരു മിടുക്കനുണ്ട്. ഈ നീറ്റ് എക്സാമിലെ 2ാം റാങ്ക് ഹോൾഡർ ആയിട്ടുള്ള ഒരാളുണ്ട്. പേര് പൻഷ്വൽ ബൻസാൽ എന്നാണ്. അദ്ദേഹം NDTV അടക്കം മാധ്യമങ്ങളോട് സംസാരിച്ചത് എനിക്ക് എൻ്റെ പരീക്ഷയിലെ സ്കോർ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ്. അദ്ദേഹത്തിന്റെ പെർസെൻറ്റേജ് നോക്കുമ്പോൾ 99.9% ഉണ്ട്. ബാക്കി കോമൺ സെൻസാ, രാഷ്ട്രീയ ബോധമാ, അതാണ് ഇല്ലാതെ പോയതെന്ന് തോന്നുന്നു. കാരണം ഈ പരീക്ഷയിൽ മാർക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്നാണ് അദ്ദേഹം ദേശീയ മാധ്യമങ്ങളോട് സംസാരിച്ചത് എന്നുള്ളതാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട്. വൈ ഗോ ടു പ്രൊട്ടസ്റ്റ് വെൻ ഐ കുഡ് സ്റ്റഡി ഇംപ്രൂവ് മൈ സ്കോർ എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്ന് പറയുന്നു. അദ്ദേഹം, ഞാൻ ഒന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്തപ്പോൾ എനിക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് അദ്ദേഹത്തിന്റെ പിതാവ് ബിസിനസ്മാനാണ്, മാതാവ് ഏതോ ദേശീയ മാധ്യമത്തിലെ ജേർണലിസ്റ്റാണ്. അതായത് എല്ലാ സൗകര്യങ്ങളുമുള്ള, പഠിക്കാനാണെങ്കിൽ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കാൻ കൊടുക്കുന്ന ഒരു കുടുംബത്തിന്റെ സുരക്ഷിതത്വത്തിലിരുന്നാണ് അദ്ദേഹം ഈ പ്രഖ്യാപനം നടത്തുന്നത്. തന്നെ പോലെ ചോദിക്കുമ്പോൾ, കൈ നീട്ടുമ്പോൾ എല്ലാം കൈവെള്ളയിൽ കിട്ടുന്ന വിദ്യാർത്ഥികൾ മാത്രമാണ് ഈ മത്സര പരീക്ഷാ രംഗത്തേക്ക് വരുന്നത് എന്ന് വിചാരിച്ച് വശായിപ്പോയ ഒരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരനല്ല ഈ രാജ്യത്തിന്റെ പ്രതീകം. അദ്ദേഹം ബുദ്ധിമാനാണ്. പക്ഷെ അദ്ദേഹത്തിന് ഈ രാജ്യത്തെ മനസ്സിലാക്കാനോ കൂടെയുള്ളവരെ മനസ്സിലാക്കാനോ, എന്തിനാണ് മറ്റുള്ളവർ തന്നെ പോലെ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടി തെരുവിൽ നിന്ന് തല്ലുകൊള്ളുന്നത് എന്ന് മനസ്സിലാക്കാനോ കഴിയാത്ത കടുത്ത അരാഷ്ട്രീയതയുള്ള ഒരു ചെറുപ്പക്കാരനായി മാത്രമേ കാണാൻ കഴിയുള്ളൂ. അതല്ല ഈ രാജ്യത്തെ ചെറുപ്പക്കാരനെ പ്രതിദാനം ചെയ്യുന്ന ഒരു യുവത്വം എന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി, മരിച്ചുപോയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അവരുടെ ബാക്കിയായ അച്ഛനമ്മമാർക്ക് വേണ്ടി, നാളെ പരീക്ഷ എഴുതാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നീറ്റ് പരീക്ഷ എന്ന് പറയുന്ന സ്വപ്നം കണ്ട് അതിലേക്ക് എത്താൻ കഴിയാതെ പോയ നൂറുകണക്കിന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ തെരുവിൽ തല്ലുകൊള്ളുന്ന കുറെ മനുഷ്യരുണ്ടല്ലോ, അവരാണ് ഈ രാജ്യത്തിന്റെ പ്രതിനിധാനം ചെയ്യുന്നത്. അവരെ മനസ്സിലാക്കാൻ കഴിയാത്ത വെറും ഒരു ബുദ്ധിജീവി മാത്രമായി, പഠിക്കാൻ മനഃപ്പാഠമാക്കാൻ കഴിയുന്ന ഒരാളായി ഈ രാജ്യത്തെ വലിയ മത്സര പരീക്ഷ ജയിച്ചൊരു ചെറുപ്പക്കാരൻ ചെറുതായി പോയല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സമരം വിജയിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഈ മുരുക്കുമുഷ്ടി ഉപയോഗിച്ചൊരു സർക്കാർ സംവിധാനം ഒരു ജനാധിപത്യ രാജ്യത്ത്, ഇപ്പൊ നോക്കൂ, ഒരു ഏകാധിപത്യ രാജ്യത്ത് ഒരു സർക്കാർ സംവിധാനം എതിർക്കാൻ ശ്രമിച്ചാൽ മറ്റൊരു രീതിയിലായിരിക്കും സമരക്കാർ അതിനെ നേരിടാൻ പോകുന്നത്. പക്ഷേ നമ്മുടേതുപോലൊരു ജനാധിപത്യ രാജ്യത്ത് പോലീസിനെ നിരന്തരം ഇങ്ങനെ ഒരു മർദ്ദനോപകരണമായി ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനോട് എത്ര കാലം സമരം ചെയ്യാൻ കഴിയും ഈ ആളുകൾക്ക്, യുവത്വത്തിന്, രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്ന് എനിക്കറിയില്ല. പക്ഷേ അപ്പോഴും അവർ ജയിച്ചവരായിരിക്കും. ഒന്നുമല്ലെങ്കിൽ നാളെ ഈ പറയുന്ന കരിമ്പട്ടികയിൽപ്പെടുത്തിയ ഏജൻസികളെ കൊണ്ട് മറ്റു പരീക്ഷകൾ നടത്താൻ കഴിയുന്ന NTA പോലൊരു കുത്തഴിഞ്ഞ സംവിധാനം ചോദ്യം ചെയ്യപ്പെടുമെന്നൊരു ചിന്തയെങ്കിലും ബാക്കി വെക്കാൻ ഈ സമരത്തിന് കഴിഞ്ഞിരിക്കുന്നതാണ്. ഇന്ന് അവിടേക്ക് ഞാൻ വളരെ കൗതുകത്തോടു കൂടി കാണുകയായിരുന്നു. കോക്രോച്ച് ജനതാ പാർട്ടി പോസ്റ്റ് അടിക്കുകയാണ്, ഭക്ഷണം മതിയെന്ന്. എവിടെ നിന്നാണ്? സ്വിഗ്ഗി അടക്കമുള്ള ഈ ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്പുകളിൽ നിന്ന് നൂറുകണക്കിന് പൊതികൾ അവിടേക്ക് വരികയാണ്. അവിടുത്തെ സമരക്കാരെ അവർ പട്ടിണിക്കിരിക്കരുത് എന്ന് വിചാരിച്ചിട്ട്. നേരത്തെ അങ്ങ് പറഞ്ഞല്ലോ, കടലയും മറ്റ് കഴിച്ചിരിക്കാനും കഴിയുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുമായി അവിടെ വരുന്ന ആളുകൾ അവർ പട്ടിണിക്കിരിക്കരുത്, അവർ ആർജവത്തോടു കൂടി ഈ സമരം ചെയ്യണമെന്ന് വിചാരിച്ച ഫുഡ് ഡെലിവറി ആപ്പുകളിൽ നിന്ന് അവർക്ക് ഫുഡ് വാങ്ങിക്കൊടുക്കുന്ന ആളുകൾ കൂടി ഇവിടെയുണ്ട് എന്നതുകൂടി നമ്മൾ ഓർക്കണം. അപ്പോൾ അങ്ങനെ തോറ്റുപോകുന്ന ഒരു സമരമായിരിക്കില്ല ഇത്. തോറ്റുപോകുന്നത് നിങ്ങളാണ്. അവരുടെ പ്രതിഷേധത്തെ നിങ്ങൾ ചെറുതാക്കി കാണിക്കുന്നിടത്താണ് നിങ്ങൾക്ക് അധികാരമുണ്ടായിരിക്കാം. പക്ഷേ ഈ രാജ്യത്തിന്റെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്നത് നിലവിലെ കുഞ്ഞുങ്ങളാണ്. Meet the editors.